ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. എല്ലാവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നല്ല രീതിയിൽ നേടിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാർക്കിലെ വിശേഷമായിട്ടാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള പാർക്കാണ്, BM പാർക്ക് എന്ന് പറയുന്നത്. എടപ്പാൾ പൊന്നാനി റോഡിന് ഇടയിൽ വരുന്നൊരു സ്ഥലമാണ് BM. അവിടെയുള്ളൊരു പാർക്കാണ്. എൻ്റെ വീടിൻ്റെ ഒരു ഏകദേശം 4-5 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വരുന്നൊരു പാർക്കാണ്. പക്ഷേ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഇതുവരെ ഇങ്ങനെ കയറിയിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ പോവും, അങ്ങനെ കാണുമെന്നല്ലാതെ കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസ് വെക്കേഷൻ വന്നപ്പോൾ ജ്യേഷ്ഠത്തിൻ്റെ മോള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളാണ് മോളുടെ കൂടെയുള്ളത്. അപ്പോൾ ഇവള് വന്നപ്പോൾ എൻ്റെ മോൾ ആദ്യം പറഞ്ഞത് എന്നെ ഈ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പറ്റിക്കുന്ന പോലെ ഇപ്രാവശ്യം എന്തായാലും പറ്റിക്കേണ്ട, വെക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ BM പാർക്കിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ വന്നു. ഇവിടെ എൻട്രിങ് ഫീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 20 രൂപ വെച്ചിട്ട്, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ അങ്ങനെ 60 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ കയറിയത്. പക്ഷേ അതൊരു നഷ്ടമല്ല, കാരണം അത്യാവശ്യം കാണാനും ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡ് മൊത്തവും കായൽ ചുറ്റുപാട് കിടക്കുന്നൊരു സ്ഥലമാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതുപോലെ കുറേ ചെറിയ ചെറിയ ബെഞ്ചുകളുണ്ട്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു സ്പോട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയുണ്ട്, ഒരു ചെറിയ സ്റ്റേജ് പോലെയൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. എൻ്റെ ഉമ്മയും ഉമ്മയുടെയൊക്കെ ഏജിലുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ് പുറത്തൊക്കെ ഇറങ്ങി വല്ല പർച്ചേസിങ്ങിനൊക്കെ പോകാമെന്നല്ലാതെ ഇങ്ങനെ പാർക്കിലോ ബീച്ചിലോ ഒന്നും അധികം കാണാറില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. പ്രായമുള്ളവർ സാധാരണ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴാണ് കുറച്ച് പ്രായമുള്ളവരൊക്കെ കാണാറ്. പക്ഷേ ഇവിടെ അധികവും ഹസ്ബൻഡും വൈഫും അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഉള്ളത്. അധികവും കണ്ടിട്ടുള്ളതും കുഞ്ഞു മക്കളിനായിട്ട് കളിക്കാൻ വരുന്നവരുണ്ട്. അതല്ലാതെ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യുന്ന അങ്ങനെയും കുറേ ആൾക്കാരെ ഞാൻ കണ്ടു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നും അടുക്കളയിലും മക്കളുടെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യവും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ കാര്യവും നോക്കി മാത്രം ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നും നമ്മളുടെയൊക്കെ നാട്ടിലുണ്ട് കേട്ടോ. നമ്മുടെ ചുറ്റിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. എങ്ങോട്ട് പോകാൻ പറ്റാതെ, ഹസ്ബൻഡ് കൊണ്ടുപോകാതെ അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അത് ഹസ്ബൻഡിനോടും വൈഫിനോടും പറയാനുള്ളത്, ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാലയളവാണ്. അതിൽ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് എൻജോയ് ചെയ്യാം. അതിന് നമ്മൾ ഒരുപാട് പൈസ മുടക്കി ടൂർ പോകണം അങ്ങനെയൊന്നുമല്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ടൗണിൻ്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ സ്പോട്ടുകൾ ഉണ്ടാവും, കാണാൻ പറ്റിയ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് നോക്കി വെച്ച് അങ്ങോട്ട് പോവുക. അടുത്തൊക്കെ ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കുക. ഇനി വീട്ടിൽ നിന്ന് ഒട്ടും പുറത്ത് പോകാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വൈഫിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു 2 രൂപയുടെ മിഠായി ആണെങ്കിൽ പോലും അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലതായി തീരട്ടെ. എല്ലാ പ്രശ്നങ്ങളും എല്ലാ മാനസിക പ്രശ്നങ്ങളും ഒഴിവാക്കി നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.